മക്കളെ നിങ്ങൾ കാട്ടാളം കണ്ടോ? ഞാൻ കണ്ടു OTT-യിൽ. ഒട്ടയാനിറങ്ങുന്ന ആനത്താരിൽ വട്ടം കയറി നിൽക്കരുത് നെൽസ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കാട്ടാളൻ. കാട്ടാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോക്ക് ശേഷം ഷെരീഫ് മുഹമ്മദ് പ്രൊഡ്യൂസ് ചെയ്ത ആന്റണി വർഗീസ് പെപ്പെ നായകനായ പടം OTT-യിൽ ഇറങ്ങിയിട്ടുണ്ട്. റിലീസ് സമയത്ത് ഒരുപാട് നെഗറ്റീവ് ഒക്കെ വന്നു. അങ്ങനെയാണ് ഞാൻ ഈ പടം കാണാൻ തീരുമാനിച്ചത്. OTT-യിൽ കാണണമെന്ന് വിചാരിച്ചു. അങ്ങനെ OTT-യിൽ വന്നിട്ടുണ്ട്. OTT-യിൽ ഞാൻ കാണുകയും ചെയ്തു. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുഷ്പ KGF ഇത് രണ്ടും കൂടി ഒരു മിക്സ് ആക്കി പായസാക്കിയിട്ട് മീശോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് പടം. എന്തൊക്കെയോ ഒരു കാണിക്കുന്നുണ്ട്. പെപ്പേനെ അറിയില്ല. പെപ്പെ നല്ല സ്ക്രീൻ പ്രസൻസ് ഉള്ള, നല്ല കിൻഡൽ ഇടിയൊക്കെ കൊടുക്കുന്ന പെപ്പെ ഇത്രയും വലിയ ബഡ്ജറ്റിൽ ഇത്രയും നല്ല ഒരു ടെക്നീഷ്യൻസ് ഫ്രെയിംസ് ഒക്കെ വന്നിട്ടും പെപ്പയുടെ ആ ഒരു ഓറ കിട്ടുന്നില്ല. ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇനി എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് വിചാരിക്കുമെങ്കിൽ ഒരു തേങ്ങ നടക്കുന്നില്ല. ഇങ്ങനെ ഒരു സ്ലോ മോഷനും പിന്നെ ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നി എന്ത് ചെയ്യണം എന്നറിയാതെ സ്ക്രീൻ പ്ലേ എന്ത് ചെയ്യണം എന്നറിയാതെ എന്തൊക്കെയോ എഴുതി വെച്ച് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ചില ഒരു ഇടയ്ക്ക് ഫ്ലോ കട്ടായിട്ട് ഇങ്ങനെ കയറി വരുന്നതൊക്കെ പോലെ തോന്നുന്നു എനിക്ക്. മൊത്തത്തിലൊരു മാസ് ആക്ഷൻ ഫിലിമായിട്ട് ഉദ്ദേശിച്ചത് വളരെ ഡിസപ്പോയിന്റഡ് ആണ് എനിക്കിത് കണ്ടിട്ടുള്ളത്. അത്രയും ഡിസപ്പോയിന്റ്മെന്റ് തരാൻ കാരണം മാർക്കോ എന്നൊരു കിടിലം പടം, നല്ല മേക്കിംഗ് ആയാലും സ്റ്റൈലിഷ് ഒക്കെ ആയിട്ട് ഉണ്ണിമൂന്നിന് പ്രസന്റ് ചെയ്ത ഒരു പടം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന്റെ പ്രൊഡ്യൂസർ ഫണ്ട് അവർക്കൊരു ഇഷ്യൂ അല്ല, അത് അവര് പറഞ്ഞിട്ടുണ്ട് ക്വാളിറ്റി കണ്ടന്റ് എടുക്കുക എന്നൊക്കെയാണ് ഒരു ഉദ്ദേശം. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് നല്ല കഥയൊക്കെ ആക്കി എടുക്കുക, അല്ലെങ്കിൽ നല്ല വേറൊരു ടീമൊക്കെ എടുക്കാൻ പറ്റിയ ടീമാണ്. പക്ഷെ അവര് എന്തിനു ഇതെടുത്തു, എന്നിട്ട് ആന്റണി പെപ്പയൊക്കെ ഇടിക്കുന്നൊരു പവർ എനിക്ക് തോന്നിയില്ല ഇതില്. വേറെ ഇതിലും നല്ല ലോ ബഡ്ജറ്റ് പടത്തിലും ഒക്കെ നല്ല RDX-ലൊക്കെ നമ്മള് ആ ഒരു ഫീൽ വരും, ഒരു ഇമോഷണൽ ഫീൽ ഇടിക്കുമ്പോ നമുക്കൊരു ഇതിലൊന്നുമില്ല. വെറുതെ ബസ്റുവിനെ തുടക്കം മുതൽ ഇങ്ങനെ ഓരോ BGM ഇറക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പടത്തിന് നമുക്ക് അങ്ങനെ ഒരു കയറി പിടിക്കാൻ പറ്റില്ല. ഡിസപ്പോയിന്റ് ആണ്. കാണാത്തവരെ കണ്ടു നോക്കോ. ഇതാണ് വെറുതെ ഒന്ന് ഓടിച്ചു വന്നത്. ഞാൻ ഓടിച്ചു കണ്ടത്, അത് വേറൊരു കാര്യം. ഓക്കെ, ബൈ. നിന്റെ വീടിന്റെ മുമ്പിൽ ഒരു കറുത്ത കൊടി